ഹായ്, വെൽക്കം ടു IQCTS അക്കാഡമി. ഞാൻ അതുല്യ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എന്താണ് മെഡിക്കൽ സ്ക്രൈബിംഗ്, എന്താണ് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്നൊരു ടേം കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും. ചിലർക്ക് തോന്നും ഇത് കോഡിംഗ് ആണോ, ഇത് ട്രാൻസ്ക്രിപ്ഷൻ ആയിട്ട് റിലേറ്റഡ് ആണോ. അങ്ങനെ അല്ല. മെഡിക്കൽ സ്ക്രൈബിംഗ് എന്താണ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ US പോലെയുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ മെഡിക്കൽ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ഇൻഷുറൻസ് അത്രയും അങ്ങോട്ട് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ US മെഡിക്കൽ ഇൻഷുറൻസ് വളരെ നിർബന്ധമാണ്. അപ്പം അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാവരും ഒരു പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട്സ് അവിടുത്തെ ഇൻഷുറൻസ് കമ്പനീസിന് അയച്ചു കൊടുക്കണം. എന്നാലേ അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവിടെയുള്ള ഡോക്ടേഴ്സ് ഈ പേഷ്യൻ്റ് വിസിറ്റ് നടക്കുന്ന സമയത്ത്, ഒന്നല്ലെങ്കിൽ പേഷ്യൻ്റ് വിസിറ്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിസിറ്റിന് ശേഷം അവർ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഡോക്ടറിൻ്റെ വർക്ക് കൂടുതലായിട്ട് ഹെക്റ്റിക് ആവാനും അവർക്ക് അവരുടെ വർക്ക് കുറച്ചും കൂടി സ്ട്രെസ്ഫുൾ ആവാനായിട്ട് കാരണമാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു മെഡിക്കൽ സ്ക്രൈബിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്നുള്ള ഒരു പ്രൊഫഷൻ വന്നതിന് ശേഷം ഡോക്ടറും പേഷ്യൻറ്റും സംസാരിക്കുന്നത് ലൈവായിട്ട് കണ്ടുകൊണ്ട് ഒരു വെർച്വൽ സ്ക്രൈബായിട്ടായിരിക്കും കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് US ഡോക്ടർ പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഗൂഗിൾ ഗ്ലാസ് വഴി കേട്ട് അത് കണ്ട് അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ കേട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഡോക്യുമെൻ്റ് ചെയ്യും. അതാണ് ഒരു മെഡിക്കൽ സ്ക്രൈബിൻ്റെ ഡ്യൂട്ടി. ഒരു സ്ക്രൈബ് ഡോക്ടറും പേഷ്യൻറ്റും സംസാരിക്കുന്നതെല്ലാം കേട്ട് അത് ലൈവായിട്ട് അതിന് റിപ്പോർട്ട് ഉണ്ടാക്കും. മെഡിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അക്യുറേറ്റ് ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും ഈ ഇൻഫർമേഷൻസ് എല്ലാതും. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, എങ്ങനെയാണ് അവിടെ US ഡോക്ടറും പേഷ്യൻറ്റും സംസാരിക്കുന്ന നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അത് കേട്ടാൽ മനസ്സിലാവുമോ, അവരുടെ ആക്സെൻറ്റ് നമുക്ക് മനസ്സിലാവുമോ, അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് ഒക്കെ മനസ്സിലാവുമോ എന്നൊക്കെ ഉള്ളത്. അതിനാണ് നമ്മൾ ഈ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ക്രൈബിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെഡിക്കൽ ടേംസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരുടെ ആക്സെൻറ്റ് ക്യാപ്ചർ ചെയ്യാനും എല്ലാമുള്ള ട്രെയിനിങ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഈ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന പ്രൊഫഷൻ വരുന്നതിന് മുന്നേ ഡോക്ടർ തന്നെയാണ് ഈ ഒരു ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പം ആ ഒരു സ്ട്രെസ് മൊത്തം ഡോക്ടറിന് അതെന്ത് ചെയ്യും, പിന്നെ ഡോക്ടറിന് അതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സ്ക്രൈബ് തന്നെ ഈ ഡോക്യുമെൻറ്റേഷനും റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഡോക്ടറിന് കൂടുതലും പേഷ്യൻ്റ് കെയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഒരു മെഡിക്കൽ സ്ക്രൈബിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പേഷ്യൻ്റ് കെയറിൽ ഡോക്ടറിന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഡോക്ടറിൻ്റെ വർക്ക് ഈസി ആക്കാനും ആണ് നമ്മളുടെ, അതായത് മെഡിക്കൽ സ്ക്രൈബിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ IQCTS അക്കാഡമിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ മെഡിക്കൽ സ്ക്രൈബിംഗ് 6 months ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു 6 months കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൽ അനാറ്റമി, ഫാർമക്കോളജി, ഇംഗ്ലീഷ് ട്രെയിനിങ്, അതുപോലെ ബേസിക് ടൈപ്പിംഗ് മുതലുള്ള ട്രെയിനിങ്, സ്ക്രൈബിംഗ് എസെൻഷ്യൽസ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ മെഡിക്കൽ സ്ക്രൈബിംഗ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഡിക്കൽ സ്ക്രൈബ് ഈ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കി ഡോക്ടറിൻ്റെ ജോബ് കൂടുതൽ ഈസി ആക്കുന്നു. കാരണം ഡോക്ടറിന് അപ്പം റിപ്പോർട്ടിങ്ങിനെയും അതുപോലെ ഡോക്യുമെൻറ്റേഷനെ കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല, വെറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മെഡിക്കൽ സ്ക്രൈബ് എന്ത് ചെയ്യും, ആ ഡോക്യുമെൻറ്റേഷൻ എന്നിട്ടുള്ള ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി ചെയ്യും. അപ്പോൾ ഒരു ഡോക്ടർക്ക് കൂടുതലായിട്ടും പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ പേഷ്യൻ്റ് കെയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് മെഡിക്കൽ സ്ക്രൈബിൻ്റെ ഒരു ജോബ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഒരു ഡോക്ടറിൻ്റെ ജോബ് ഈസി ആക്കുക എന്നുള്ളതാണ്. അത് ക്ലിനിക്കൽ ഡോക്യുമെൻറ്റേഷൻ വഴി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി IQCTS അക്കാഡമിയിലേക്ക് വരുമ്പോൾ ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 6 months ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന കോഴ്സ് നമ്മൾ 6 months ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ ഒരു മെഡിക്കൽ സ്ക്രൈബ് ജോബിലേക്ക് എഫിഷ്യൻ്റ് ആക്കിയിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കും. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അനാറ്റമി, ഫിസിയോളജി, അതുപോലെ ഫാർമക്കോളജി. അനാറ്റമി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മെഡിക്കൽ ടേംസ്, അതുപോലെ ഓർഗൻ സിസ്റ്റംസ്, പിന്നെ അതുപോലെ ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, മെഡിസിൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മളിവിടെ ഫസ്റ്റ് അനാറ്റമി ട്രെയിനിങ്ങിൽ കൊടുക്കുന്നതാണ്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് ടൈപ്പിംഗ് ട്രെയിനിങ് തരും. ടൈപ്പിംഗ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ബേസിക് ടൈപ്പിംഗ് മുതൽ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ ട്രെയിനിങ്ങും തരും. അത് കഴിഞ്ഞ് വോയിസ് ഫയൽസ്, അത് യുഎസിലൊക്കെ ഓഡിയോസ് ഉണ്ട്, മെഡിക്കൽ വോയിസ് ഫയൽസസ് നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് തന്ന് അത് കേട്ട് നിങ്ങളത് ടൈപ്പിംഗ് ചെയ്തിട്ട് ആ ആക്സെൻറ്റുമായിട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആക്കി തരും. പിന്നെ മെഡിക്കൽ സ്ക്രൈബിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എസെൻഷ്യൽസ്, സ്ക്രൈബിങ് എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസും നിങ്ങൾക്ക് ട്രെയിനിങ് തരും. പിന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട്. ഇംഗ്ലീഷ് ക്ലാസ്സസ് പ്രോപ്പർ ഗ്രാമർ ബേസിക് തൊട്ടിട്ട് നിങ്ങൾക്ക് എല്ലാം, നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ബേസിക് തൊട്ട് നിങ്ങൾക്ക് പഠിക്കുമ്പം കൂടെ ഈ ഒരു 6 monthsൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അവരുടെ ആക്സെൻറ്റ്, US ആക്സെൻ്റ് ഒക്കെ ക്യാപ്ചർ ചെയ്യാനും അതുപോലെ നല്ലൊരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ഇംഗ്ലീഷ് നോളജും നിങ്ങൾക്ക് കിട്ടും.